ഹലോ ഗൈസ്, ഇന്നിത് ഇവളിങ്ങനെ കെട്ടിച്ചമഞ്ഞ് എങ്ങോട്ടാണെന്നല്ലേ. കണ്ണൻ്റെ ഹെയർ കട്ടിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ പോയപ്പോൾ സംഭവിച്ചത് വേറെയായിരുന്നു. വീടിപ്പണിയും കഴിഞ്ഞിട്ട് അമ്മ വരുമ്പോൾ അമ്മ പറഞ്ഞ് എന്നാൽ ഞാനും വരുന്നു, ഞാനെന്തിനാ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി കാറിൽ തിങ്ങി ഞെരുങ്ങി അങ്ങ് പോയി. അവിടെ എത്തിയപ്പോഴേക്കും ഇഷ്വാനിക്ക് തന്നെ ഫസ്റ്റ് ഹെയർ കട്ട് ചെയ്യണം. അവളിതാ കൂളായിട്ട് അവിടെ പോയിരുന്നു ഹെയർ കട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യും. എന്നാൽ കണ്ണൻ നേരെ തിരിച്ചാ. കണ്ണൻ്റെ അടുത്തായേട്ടൻ പോകുമ്പോൾ തന്നെ കണ്ണൻ വേണ്ട വേണ്ട വേണ്ട, പിന്നെ ഒരേ കരച്ചിലായിരുന്നു. കണ്ണന് ഹെയർ കട്ട് എന്ന് പറയുമ്പോൾ തന്നെ പേടി. എന്താണെന്നറിയില്ല, കണ്ണൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ മോള് നല്ല കൂളായിട്ട് അവിടെ ഇരുന്നു. കണ്ണൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ ഗൈസ്? എനിക്ക് മനസ്സിലായില്ല, അവൻ്റെ അമ്മക്ക് മനസ്സിലായി. അമ്മമ്മയും മോനും ഇതൊരു സൈഡിലിരുന്നിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. ഇഷ്വാനിനെ മുടി മുറിക്കാൻ കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവൾ നല്ല അടിപൊളിയായിട്ട് കാട്ടിക്കൊടുക്കും. പെണ്ണ് കണ്ണാടി നോക്കി ഒരേ സൊള്ളു കളിക്കണം, അതിനു വേണ്ടി ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. വേറെ പ്രശ്നങ്ങളൊന്നും അവളെ കൊണ്ടില്ല. അങ്ങനെ ഓളെ ഹെയർ കട്ട് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇന്ദുട്ടി. എന്തൊക്കെയോ ഇന്ദുട്ടിയോട് ചോദിക്കുന്നുണ്ട്. ഇന്ദുട്ടിയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഹെയർ കട്ടിന് ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇഷ്വാനാണെങ്കിൽ ഹെയർ കട്ടിന് ശേഷം കുറച്ച് പോസൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. ഇന്ദുട്ടി കുറേ സമയം അടങ്ങിയിരുന്നു, കുറച്ച് സമയം ഒന്ന് വയലൻ്റായി. എന്നാലും ഇന്ദുട്ടീനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുടി മുറിക്കാനും പറ്റി. എന്തൊക്കെയോ മുടി മുറിക്കുന്ന ബായിയായിട്ട് രണ്ടാളും കൂടി സംസാരിക്കുന്നുണ്ട്. ഓ, നമ്മളെ കണ്ണൻ്റെ കരച്ചിലിന് നിന്നിട്ടില്ല കേട്ടോ. ചെക്കൻ വെറുതെ കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.